കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ മീന കൂറുകാർക്കുള്ള അല്ലെങ്കിൽ മീന രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീന രാശിക്കാർക്ക് പറയുന്ന സമയത്ത് ജന്മത്തിൽ, അതായത് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, ശുക്രൻ, 3-ൽ വ്യാഴം, 4-ൽ ചൊവ്വ, 7-ൽ കേതു, 11-ൽ സൂര്യൻ, ബുധൻ, 12-ൽ ശനി. അപ്പോൾ 7ൽ ശനി ഇവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൂര്യചാരവസാൽ നോക്കുന്ന സമയത്ത് അനുകൂലപരമായിട്ടുള്ള സമയമാണ് അതെന്ന്. അതേ സമയത്ത് ജന്മത്തിൽ നിൽക്കുന്ന രാഹു നല്ലതല്ല, ശുക്രൻ നല്ലതാണ്, 3-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതല്ല, 4-ൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല, 7-ൽ കേതു നിൽക്കുന്നത് നല്ലതല്ല, 11-ൽ സൂര്യനും ബുധനും നിവന യോഗത്തോടുകൂടി നിൽക്കുന്നത് വളരെ ഉത്തമമാണ്, 12-ൽ ശനി നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിലാണെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിലും അവരവരാഗ്രഹിക്കുന്ന ലെവലിൽ എന്തെല്ലാം തീരുമാനമെടുക്കണോ അത് ഇപ്പോൾ ഈ മാസം ചിന്തിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ ഈ മാസം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉത്തമമായിട്ട് നടപ്പിലാകാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ഭംഗിയായിട്ട് ഇപ്പോൾ തീരുമാനിക്കാം. ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഈ മാസം തീരുമാനിച്ചാൽ വളരെ ഉചിതമായിരിക്കും എന്നാണ് പറയുന്നത്. വരാൻ പോകുന്ന സമയം അത്ര ഗുണകരമല്ല എന്നുള്ളത് ചിന്തിച്ച് വേണം. അത് കാരണം കൊണ്ടാണ് ഇത്രയും പറയുന്നത്. അത് കാരണം തന്നെ ഈ ഫെബ്രുവരി മാസത്തെ പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റിയ സമയമാണ്. കാരണം ചാരവസാലാണ് പറയുന്നത് മീനൻ രാശികളിലാണ്. ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകതയല്ല പറയുന്നത്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത ഈ വർഷത്തിൽ 4 ദിവസങ്ങൾ വരുന്നുണ്ട്. അതായത് ശനിയാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. ശനിയാഴ്ച 1-ാം തീയതി വരുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാ ആഴ്ച ഞായറാഴ്ച വരയ്ക്കും 4 ദിവസം വെച്ചിട്ട് കിട്ടുന്നുണ്ട് ഈ വർഷം. അത് ഈ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴേ ഇങ്ങനെ വരികയുള്ളൂ. എത്ര വർഷം എന്നുള്ള കണക്കാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ഏകദേശം 19 വർഷത്തിന് മേലെ അങ്ങനെ ഉണ്ടാകുന്ന കണക്ക് കൂട്ടൽ. അപ്പോൾ അങ്ങനെ ഒരു 7-4-28, അതായത് 4 ദിവസം ഭേദിച്ചിട്ട് 7-4-28 എന്നുള്ള ഒരു സംഖ്യയിൽ 28 ദിവസമായിട്ട് വരും. കഴിഞ്ഞ വർഷം 29, അതിന് പ്രാവശ്യം 28 ആണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 4ൻ്റെ പ്രത്യേകത വരുന്നുണ്ട്. അപ്പോൾ 7-4-28 എന്ന് പറയും. ചില മാസങ്ങളിൽ, ചില വർഷങ്ങളിൽ, ചില വർഷങ്ങളിൽ ഫെബ്രുവരി മാസം ചിലപ്പോൾ 5 ചിലപ്പോൾ 3 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഈക്വലായിട്ട് 4-ന് സ്ഥാനം വഹിച്ചുകൊണ്ട് 7-4-28 എന്നുള്ള സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ 7-4-28 എന്ന സംഖ്യ വരുന്ന സമയത്ത് 4-ന് പ്രാതിനിധ്യം കിട്ടും. 4-ാം തീയതി ജനിച്ചവർക്കും 13-ാം തീയതി ജനിച്ചവർക്കും 22-ാം തീയതി ജനിച്ചവർക്കും വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പുനർസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉണർവുണ്ടാകും. മന്നതയിൽ പോകുന്നത് ഉണർവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ളത് മന്നതയിൽ പോകുന്നത് ഉണർവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യനിവൃത്തികൾ ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടുവാനുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷകളും മറ്റുള്ളതും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലപരമായിട്ടുള്ള മാസമായിട്ടാണ് നോക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വിജയ സാധ്യത ഉറപ്പാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നത്. അതുകൂടാതെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാതിരിക്കുന്ന ഒരു സാധ്യത വളരെ വിഷമത്തിൽ 7-ാം ഭാവത്തിൽ കീറി നിൽക്കുന്ന കാരണം ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം തന്നെ കേതുവിന്, അതായത് ഗണപതിക്ക് ഒരു കറുകമാല അല്ലെങ്കിൽ നാളികേര പൂജ, ഗണപതി ഹോമം ഇവ നടത്തുന്ന മൂലം ആ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഉദ്ദിഷ്ട യാത്രകൾ കൊണ്ട് ഗുണകരമായിട്ടുള്ള ഒരു സംഭവം കിട്ടുന്നില്ല എന്നുള്ള ദോഷവും മാറിക്കിട്ടും. അപ്പോൾ ഈ മാസത്തിൽ ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ തടസ്സം മാറി ഉദ്ദിഷ്ട കാര്യം നടക്കും എന്നാണ് പറഞ്ഞത്. വിദേശ സംബന്ധമായിട്ടുള്ള യാത്രയ്ക്കെല്ലാം ചെയ്യുന്നവർക്കാണെങ്കിൽ ജാതകം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പരിശോധിച്ച് നല്ല വ്യക്തമായിട്ട് ഉത്തമ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും തീരുമാനമെടുക്കേണ്ട ഒരു മാസം കൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോകാനും വരാനും, തിരിച്ചു വരാനും പോകാനുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് അനക്കം ഉണ്ടാകാനുള്ള സാധ്യത, അനക്കം വെച്ച് പറഞ്ഞാൽ ഒരു തിളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു ഇളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചൊരു ഗുണമേന്മ വരുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്ക് വളരെ അനുകൂലം വരാൻ വല്ലാത്ത ഒരു സമയമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും ഒരു വലിയൊരു കുഴപ്പമില്ല എന്ന് തന്നെ പറയാം.
കർമ്മരംഗം പുരോഗതി വരുവാനുള്ള സാധ്യത ഈ മാസത്തിൽ കൂടുതലായി കാണുന്നുണ്ട്. ആ മാസത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൊഴിൽ പുരോഗതി, തൊഴിൽ അന്നത മാറി തൊഴിൽ പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളെ പറ്റിയുള്ള ആപലാദികൾ കുറച്ച് സമാധാനപ്പെടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവരവർ ചെയ്യുന്ന തൊഴിലിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് തന്നെ കാണുന്നത്. അതുപോലെ തന്നെ ചില യാത്രകൾ മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള ഇടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യ പരിശോധനയ്ക്ക് ഒന്നുകൂടി ശരിയാണ്. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചാരവസാൽ 9ാം ഭാവാധിപൻ ഭാഗ്യസംബന്ധമായിട്ടുള്ള ഭാഗ്യക്കുറവുണ്ടായെങ്കിൽ ഭാഗ്യസൂക്തം വഴിപാട് നടത്തുന്ന മൂലം ഭാഗ്യക്കുറവ് നികത്താൻ പറ്റും എന്നാണ് പറഞ്ഞാൽ. വസ്ത്രലാഭം, വാഹന ലാഭം എന്നിവയ്ക്കെല്ലാം യോഗമുണ്ട്. വസ്ത്രലാഭം, വാഹന യോഗം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് കാണുന്ന അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ അതിനുള്ള പരിഹാരം, അതായത് സ്ഥലസംബന്ധമായിട്ടുള്ള ഭൂമി കാര്യങ്ങളിൽ ചൊവ്വ ഭദ്രകാളിയായിട്ട് അതുകൊണ്ട് വേരസയിലാണ് നിൽക്കുന്നത്. കാളി ഭഗവതിക്ക് ഭദ്രകാളിക്ക് വന്നിട്ട് ഇഷ്ട നിവേദ്യമായ കഠിന പായസം അല്ലെങ്കിൽ കടുമധുര പായസം നിവേദ്യം നടത്തുക, രക്തപുഷ്പാഞ്ജലി നടത്തുക എന്നിവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രവശാലുള്ള പരിഹാരങ്ങളും ചെയ്യണം. അതായത് അവിട്ട നക്ഷത്രക്കാർ ഓരോരുത്തരായ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു പാൽപ്പായസം, തുളസിമാല, ഭാഗ്യസൂക്തം, സഹസ്രനാമ അർച്ചന എന്നിവയും, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശാസ്താവിന് തന്നെ നീരാഞ്ജനം, നെയ്വിളക്ക്, കറുത്തപ്പട്ട് എന്നിവ സമർപ്പിക്കുക. അതുകൂടാതെ മാസത്തിൽ 1 വെച്ചിട്ട്, അതുകൂടാതെ തന്നെ രേവ നക്ഷത്രക്കാർക്ക് ശ്രീരാമനെങ്കിൽ അവൽ നിവേദ്യം, തുളസിമാല, പാൽപ്പായസ വഴിപാട്, ഭാഗ്യസൂക്തം എന്നിവയും നടത്തുന്ന പോലെ കുറേയേറെ ദോഷങ്ങൾ മാറി വരുവാനും ഈ മാസത്തിൻ്റെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ കുറച്ചൊരു ഗുണാധിക്യമുള്ള സമയമാണ് മീനം രാശിക്കാർക്ക്, അതായത് മീനക്കൂറുകാർക്ക് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയമാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയം അനുകൂലപരമായി പ്രവർത്തിക്കുന്ന പോലെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. നമസ്കാരം.